എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ. എൻ്റെ മമ്മി ഏറ്റുമാനൂർക്കാരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു SP കോളേജിലാണ് ഇനോഗ്രേഷന് പോവാന്ന് പറഞ്ഞപ്പോൾ മമ്മി ഭയങ്കര SP കോളേജോ, അത് ഭയങ്കര ഫേമസ് ആയ കോളേജാണ്, ഞാൻ ഒത്തിരി കേട്ടേക്കുന്ന ഒരു കോളേജാണ് SP കോളേജ്. ഇതിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യും കാലം വിറയ്ക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ അമിത്തിൻ്റെ സ്പീച്ച് കേട്ടത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഇതിനെ വെല്ലുന്നൊരു സ്പീച്ച് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അമിത് ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. അമിത്തിൻ്റെ സ്കൂൾ ജീവിതം 5 സ്കൂളുകളിൽ പഠിച്ചു. അമിത് കേരളത്തിൽ പഠിക്കാൻ പറ്റിയില്ല, ബാംഗ്ലൂർ പോയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ചെയർപേഴ്സൺ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചോദിച്ചു, ചേച്ചിയുടെ കഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ, ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് പറയാനുള്ള, അമിത്തിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്റ്റോറി ഇങ്ങനെയേ അല്ല. ഞാൻ സ്കൂളിങ് എല്ലാം, സ്കൂളും കോളേജും, ഞാൻ ഡിഗ്രിയും PGയും തീർത്തത് എറണാകുളം തന്നെയായിരുന്നു. മൊത്തവും ആ ഒരു ഇതിലായിരുന്നു. പിന്നെ അക്കാഡമിക്കലി ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സപ്ലിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എന്നാലും പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയ ഒരു മൊമെൻ്റാണ്. കാരണം ഞാനെന്ന വ്യക്തി ഇന്ന് ഇങ്ങനെ ആവാൻ കാരണം അന്ന് എനിക്കുണ്ടായ കുറേ എക്സ്പീരിയൻസസും കുറേ ഫ്രണ്ട്സുമാണ്. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ പറയുക, എനിക്ക് കിട്ടിയ നെഗറ്റീവ് കോമൻസ് ആണ് എന്നെ ഇന്ന് ഇങ്ങനെ ആക്കിയത്. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഒരു കാര്യം പറയാം, നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി അവരെ എൻ്റർടൈൻ ചെയ്യേണ്ട, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊരു സ്വീറ്റ് റിവെഞ്ച് പോലെ അവർക്കൊരു റിപ്ലൈ കൊടുക്കാൻ നമുക്കൊരു അവസരം കിട്ടും. അമിത് പറഞ്ഞ പോലെ തന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ഉറപ്പിച്ചത് ഞാൻ എന്തായാലും സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ എന്ന്. അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ അക്കാഡമിക്കലി നല്ലൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞാൻ കൊടുത്തൊരു ഇംപ്രഷൻ, ഞാൻ നല്ലോണം പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ എബ്രോഡ് സ്റ്റഡീസിന് അയർലൻഡ് എന്ന രാജ്യത്തിലേക്ക് എല്ലാം പേപ്പർ വർക്ക്സ് എല്ലാം ഓൾമോസ്റ്റ് റെഡിയാക്കി. വിസ വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് നാട്ടിൽ വരും, എനിക്ക് സിനിമ ചെയ്താൽ മതി, എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടെന്ന്. ഞാൻ ഇതാദ്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഡാഡിയാണ്. എൻ്റെ ലൈഫ് നശിച്ചു പോകും, ആൾക്കാർ കളിയാക്കും, ആൾക്കാർ ചോദിക്കും നീ എന്തിനാ നിൻ്റെ ലൈഫ് നശിപ്പിക്കുന്നത്, ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി നശിപ്പിക്കുന്ന എന്തിനാ, അങ്ങനത്തെ ചോദ്യങ്ങൾ വരും, അത് നാണക്കേടാണ് എന്നൊക്കെയാണ് എൻ്റെ ഡാഡി അന്ന് എന്നോട് പറഞ്ഞത്. അന്ന് പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ പാരൻസിൻ്റെ ഡിസിഷൻ. ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ അവരുടെ ഒരു സമ്മതം കിട്ടുന്നത് വരെ ഒത്തിരി വെയിറ്റ് ചെയ്തു. ഡാഡി അവസാനം ഞാൻ ഒരു ഇച്ചിരി വാശിയൊക്കെ ഞാൻ കാണിച്ചു. ഒരാഴ്ചയോളം ഞാൻ വീട്ടിലാരോടും അങ്ങനെ മിണ്ടിയൊന്നുമില്ല. അപ്പോഴേക്കും ഡാഡി എന്നോട് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പഠിത്തം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നീ എന്താണെന്ന് വെച്ച് ചെയ്തു എന്ന്. ഞാനിത് എൻ്റെ പല ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അയ്യേ നീ എന്ന് അടിയാവാനോ, ഒരു ഫ്രണ്ട് കളിയാക്കി ചിരിച്ചു. അതൊക്കെ എൻ്റെ ഉള്ളിൽ കൊണ്ടു, പക്ഷെ ഞാൻ ആരെയും അത് കാണിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഓഡിഷൻ, മിന്നൽ മുരളിയുടെ ഓഡിഷൻ ഞാൻ ചെയ്യുന്നു, എനിക്കതിൽ സെലക്ഷൻ കിട്ടുന്നു. ഈ സെലക്ഷൻ കിട്ടുന്ന സമയത്തൊക്കെ എൻ്റെ ഡാഡി മൊത്തത്തിൽ അഴിഞ്ഞില്ല, പക്ഷെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സെലക്റ്റഡായി ഫൈനലി പടം അനൗൺസ് ചെയ്ത് വിത്ത് മൈ നെയിം. അന്ന് എന്നെ പുച്ഛിച്ച് തള്ളിയ എൻ്റെ ഫ്രണ്ട്സ്, അന്ന് അവരുടെ കണ്ണിൽ ഞാൻ കണ്ട അവരുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്, അതായിരുന്നു എൻ്റെ സ്വീറ്റ് റിവെഞ്ച്. അന്ന് എനിക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇന്നും ഉണ്ട്. കാരണം ഐ എം സോ ഹാപ്പി. കാരണം ഞാൻ ആഗ്രഹിച്ചത് കുറേ പേര്, എനിക്ക് ചുറ്റും ഒരാൾ പോലും നിന്നിട്ട് ഓക്കെ ഫെമിന നീ ചെയ്യുന്ന അല്ലെ നീ തീരുമാനിച്ചത് കറക്റ്റാണ് എന്ന് പറഞ്ഞില്ല, എല്ലാവരും നോ എന്നേ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചു, ഞാൻ ഉറപ്പിച്ചു ഇതാണ് എൻ്റെ വഴി, ആൻഡ് ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെട്ടു, ആൻഡ് ഐ ഗോട്ട് ഇൻ ടു ദ ഇൻഡസ്ട്രി. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും, ലെറ്റ് ഇറ്റ് ബി എനി ഡ്രീം. സിനിമ തന്നെ ആവണം എന്നില്ല ഒരാളുടെ സ്വപ്നം, അത് എന്തും ആവാം. നമുക്ക് ഒത്തിരി ഫീൽഡുകളുണ്ട്, ഒത്തിരി കരിയർ ഓപ്ഷൻസ് ഉണ്ട്. എന്തും ആവട്ടെ, നമുക്ക് ചുറ്റും ചിലപ്പോൾ മേ ബി നമ്മുടെ പാരൻസ് ആവാം, മേ ബി നമ്മുടെ ടീച്ചർ ആവാം, മേ ബി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാവാം നമ്മളെ തളർത്തുന്നത്. പക്ഷെ നിങ്ങളിൽ വിശ്വസിക്കുക, അതിന് കഷ്ടപ്പെടുക, തീർച്ചയായിട്ടും അതിനൊരു ബെനഫിറ്റ് ഉണ്ടാവും. യു വിൽ സീ ദ റിസൾട്ട്. അപ്പം വീണ്ടും എനിക്ക് അത് തന്നെ പറയാനുള്ള. എനിവേ, വർക്ക് ഹാർഡ്, ഡ്രീം ബിഗ്,
ആൻഡ് താങ്ക് യു സോ മച്ച്. ഹായ്, ഞാൻ കുറച്ച് നാൾ മിന്നൽ മുരളി ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബേസിലേറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബേസിലേറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെമിന ചേച്ചിയുടെ അടുത്ത ഈ കാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഒരു ചെറിയ റോളാണ് നിനക്കുള്ളത്, കുഴപ്പമില്ലല്ലോ, അങ്ങനെയാ ചോദിച്ചത്. അതിനുശേഷം ഷൂട്ടിങ്ങിനോട് അടുത്തപ്പോഴാണ് ചേച്ചിയുടെ അടുത്ത് പറയുന്നത് ചേച്ചിയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ എന്നുള്ളത് പറയുന്നതെന്ന്. അങ്ങനെ അറിഞ്ഞപ്പോൾ ചേച്ചിക്ക് എന്തായിരുന്നു ആ ചേച്ചിയുടെ മനസ്സിലുണ്ടായ ആ ഒരു സന്തോഷമാണോ, എന്തായിരുന്നു ഉണ്ടായതപ്പോൾ? ഓക്കെ, ഈ പറഞ്ഞ സംഭവം ഈ മിന്നൽ മുരളിയുടെ ഓഡീഷൻ സംഭവിക്കുമ്പോൾ ഇപ്പോൾ മിന്നൽ മുരളി കണ്ടവർക്ക് അറിയാം, അതിൽ സ്നേഹ ബാബു ചെയ്ത ക്യാരക്ടർ ജെയ്സന്റെ ഫസ്റ്റ് ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത ക്യാരക്ടർ, ആ ക്യാരക്ടറായിരുന്നു എനിക്ക് ഓഡീഷൻ ചെയ്യാൻ തന്നത്. ഞാൻ ആ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ എന്നോട് അവരത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഡയറ്റ് ചെയ്യണം, ഐ മീൻ വെയിറ്റ് കുറയ്ക്കണം, കുറച്ച് വണ്ണമൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഇച്ചിരി വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. വെയിറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു കിക്ക് ബോക്സിങ് പഠിക്കണം. അപ്പോൾ കിക്ക് ബോക്സിങ്ങും പഠിച്ചു. ഇതെല്ലാം പഠിച്ച് ഏകദേശം നമ്മളൊരു ഈ ഒരു മൊത്തത്തിലൊരു 3-4 മാസം ഇതിന് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം ബേസിലേട്ടൻ്റെ അസോസിയേറ്റ് ശിവേട്ടൻ എൻ്റെ കോൾ വന്നിട്ട് പറഞ്ഞു, ഫെമിന പെട്ടെന്ന് ബേസിലിൻ്റെ ഫ്ലാറ്റിലേക്ക് വരണം, അത്യാവശ്യമാണ്, ഒരു എമർജൻസി കാര്യം പറയാനാണ്. അന്ന് ആക്ച്വലി ഞാൻ സെയിൻറ്റ് ട്രീസേഴ്സിൽ പഠിക്കുക. അവിടെ അന്ന് ദിവാലി ഫംഗ്ഷൻ എന്തോ ആണ്. അപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട് ഫംഗ്ഷൻ. ഞാൻ ഫുൾ ഒരുങ്ങി ഞാൻ കോളേജിനകത്തേക്ക് കയറുമ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഇനി ഭയങ്കര ടെൻഷനായി. ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഇങ്ങനെ അവർ വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് വീട്ടിലേക്ക് വാ, നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ബേസിലെ ഫ്ലാറ്റ് കാക്കനാടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാക്കനാട്ടിലേക്ക് പോയി. കാക്കനാട് ചെന്ന് ഞാൻ നേരെ ചെല്ലുന്നു, ഫ്ലാറ്റിൽ കയറി. അപ്പോൾ ബേസിലേട്ടനുണ്ട്, അസോസിയേറ്റ് ഉണ്ട്, ബേസിലേട്ടൻ്റെ വൈഫ് എലി ചേച്ചിയുണ്ട്. 3 പേരും ഇരിക്കുക. നമ്മളിരിക്കുന്നു ഭയങ്കര സീരിയസ്. ഞാൻ ഉറപ്പിച്ചു തീർന്ന്, ഇത്രയും വെയിറ്റും കുറച്ചതും ഈ ട്രെയിനിങ്ങും ചെയ്തൊക്കെ തീർന്ന്, എല്ലാം അവസാനിച്ച്. അപ്പോൾ ബേസിലേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഫെമിന നമ്മൾ എങ്ങനെ പറയുമെന്ന് അറിയത്തില്ല, ഫെമിനയ്ക്ക് ഭയങ്കര എങ്ങനെ എടുക്കുമെന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് ഫെമിന കണ്ടല്ലോ, പ്രൊഡ്യൂസേഴ്സ് ആക്ച്വലി ഫെമിനയുടെ കാര്യത്തിൽ വലിയ ഹാപ്പിയൊന്നും അല്ല. സോ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഫെമിനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ചെടുത്ത് എല്ലാം തീർന്നു എന്ന് ഉറപ്പിച്ചു ഞാൻ. അപ്പോൾ എന്നോട് അസോസിയേറ്റ് ചോദിച്ചു, ഫെമിന ശരിക്കും ഒരു 6-7 കിലോ ഇപ്പോൾ കുറച്ചില്ലേ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടറിന് ഒരു 20 കിലോയും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ്. അതോടെ എൻ്റെ മൊത്തത്തിൽ കിളി പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ തൊട്ടിപ്പുറത്തിരിക്കുന്ന മമ്മിയെ നോക്കുമ്പോൾ മമ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് കരയാനുള്ള ഒരു പരിപാടി തുടങ്ങി. ആ സമയത്താണ് ബേസിൽ പറഞ്ഞത് ഇതും അല്ലാത്ത വേറൊരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പടത്തിലെ നായികയാണ്, ഫെമിനയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അതുവരെ ഞാൻ എൻ്റെ മമ്മി ഇതൊന്നും കേട്ടില്ല കേട്ടോ. എൻ്റെ മമ്മി ആകെ കേട്ടത് ഞാൻ ഈ പടത്തിൻ്റെ ഭാഗമല്ല എന്ന് മാത്രമേ കേട്ടുള്ളൂ. ഞാൻ നായികയായ കാര്യം മമ്മി കേട്ടിട്ടേ ഇല്ല. കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ നായികയെ ഞാൻ ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ മമ്മിയെ നോക്കുമ്പോൾ മമ്മി കണ്ണൊക്കെ നിറച്ച് ഇങ്ങനെ കരയുക. കാരണം മമ്മിയെ സംബന്ധിച്ച് ഞാൻ പടത്തിലില്ല. ഞാൻ പറഞ്ഞു മമ്മി അവർ കളിയാക്കി, അവർ പ്രാങ്ക് ചെയ്തതെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ചുറ്റോട് നോക്കുമ്പോൾ അവിടെ ക്യാമറകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലിംഗ് വളരെ സ്പെഷ്യലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യ സിനിമ എന്താകും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കണം, അത് എന്ത് കഥാപാത്രമാണെങ്കിലും എനിക്ക് ആക്ടറായാൽ മതി എന്നുള്ളതായിരുന്നു. അല്ലാതെ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഒരു നായികയായിട്ട് തന്നെ എനിക്ക് എൻ്റർ ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ അത് എൻ്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യം. ഐ എം റിയലി ലൈക്ക് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് ഒത്തിരി ഹാപ്പിയാണ് അതിൽ. യെസ്, ഓഡീഷന് പോകുമ്പോൾ നമ്മളൊരു സ്ക്രീനിങ്ങിന് മുമ്പ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുമല്ലോ. സോ ഞാൻ മിക്കത് എല്ലാവരും കണ്ടിട്ടുള്ളത് കുറേ മേക്കപ്പ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് നമ്മൾ അയച്ചു കൊടുക്കാറ് നോർമലി. പക്ഷെ ചേച്ചിയുടെ ഫോട്ടോ ചേച്ചി ഇട്ടത് കണ്ടപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ടൊരു സെൽഫി എടുത്തിട്ടാ. അപ്പം അങ്ങനെ ഒരു ഫോട്ടോ അയച്ചാൽ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ഫോട്ടോ അയക്കാൻ? സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പല ഓഡിഷനും പല സിനിമക്കാരും നോക്കുന്നത് വിത്തൗട്ട് മേക്കപ്പ് ഫോട്ടോസാണ്. നമ്മളെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കാണിക്കണം, അതുകൊണ്ട് കുറച്ച് ഫിൽറ്ററും കുറച്ച് മേക്കപ്പും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്കും ഇൻട്രസ്റ്റഡ് അല്ല. ഇപ്പം നമുക്ക് പല സിനിമകളും നമ്മൾ കണ്ടിട്ടില്ല, മെയിൻ എല്ലാം ഫീമെയിൽ ആർട്ടിസ്റ്റും വിത്തൗട്ട് മേക്കപ്പാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ
ഏറ്റവും നിങ്ങൾ ആരെങ്കിലും ഓഡിഷൻ അയക്കുകയാണെങ്കിൽ ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷനും ഒത്തിരി മേക്കപ്പ് ഇടാതെയും ഏറ്റവും സിമ്പിളായിട്ട് വിത്തൗട്ട് മേക്കപ്പ് ലുക്ക് ഫോട്ടോസ് അയച്ചാൽ കുറച്ചുകൂടെ ചാൻസസ് ഉണ്ട്. സോ യെസ്, ഞാനും എൻ്റെ ഓഡീഷനും വിത്തൗട്ട് മേക്കപ്പ് ഒന്ന് കണ്ണുപോലും പ്രോപ്പറായിട്ട് എഴുതാതെയാണ് ഞാൻ അയച്ചത്. ആൻഡ് താങ്ക്ഫുള്ളി അതെനിക്ക് പ്രയോജനം ചെയ്തിട്ടുള്ളൂ. യെസ്.